മലയാളി വി എസ് എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിന് മലയാളി മനസ്സുകളിൽ അവർ ചേർത്ത് നിർത്തിയത് അവർ കൊടുത്തിരുന്ന ആ ഒരു ഇടം ഇനി മറ്റൊരു നേതാവിന് ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അടുത്തൊരു നൂറ്റാണ്ടിനു കൂടി ഉള്ള കരുത്ത്, അടുത്ത ഒരു നൂറ്റാണ്ടിനു കൂടി എന്താണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഓരോ മനുഷ്യരും അവരുടെ പ്രവൃത്തി പഥം രൂപവൽക്കരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിൽ ഒരു മാർഗരേഖ കൂടെ പങ്കുവച്ചാണ് വി എസ് മടങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശ്രീജിത്ത് കൂടെ ചേരുകയാണ്. ശ്രീജിത്ത്, ഈ മജ്ജയും മാംസവും അസ്ഥിയും രക്തവുമായാണ് ഓരോ മനുഷ്യരും ജനിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അവർ വിടവാങ്ങുമ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സമയം അവരെങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചത്, മറ്റുള്ള മുഖങ്ങളിൽ ചിരി പരത്താനും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശമാകാനും അവരുടെ ആ ഒരു പ്രവർത്തന പന്ഥാവ് എങ്ങനെ ഉപയോഗിച്ചു എന്ന രീതിയിലാണല്ലോ അവർ ഓർമ്മിക്കുക, അവർ വിലയിരുത്തപ്പെടുക. ഇപ്പോൾ വി എസിൻ്റെ ആംബുലൻസിന് ചുറ്റും വലയം സൃഷ്ടിച്ച ജനസഞ്ചയം, അവരിൽ ഓരോരുത്തർക്കും വി എസിൻ്റെ ആ സമയം, വി എസിൻ്റെ ജീവിതം, വി എസ് മാറ്റിവെച്ച വ്യക്തിപരമായ സന്തോഷങ്ങൾ, അതൊക്കെ ഏത് രീതിയിലാണ് ഓരോരുത്തരെയും സ്വാധീനിച്ചതെന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ പല തലമുറകളെ സ്വാധീനിച്ച, പലപ്പോഴും പാർട്ടിയിലൊരു ഓൾഡ് സ്കൂൾ നേതാവ് എന്നറിയപ്പെടുമ്പോഴും പുതിയ കാര്യങ്ങളെ ചേർത്ത് പിടിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ചില കാര്യങ്ങളിൽ അങ്ങനെ വരുമ്പോൾ നിലപാട് മാറ്റാനും ഒക്കെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹം കാണിച്ചിരുന്ന നേതാവാണ്. കഴിഞ്ഞ രാത്രിയും നിരവധി നേതാക്കൾ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ എത്തിയവർക്ക് നേതാക്കൾ അല്ലെങ്കിൽ പോലും വി എസിനെ അവസാനമായി കാണാനൊരു അവസരം കുടുംബാംഗങ്ങൾ നൽകിയെന്ന് മനസ്സിലാക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ മകൻ്റെ തിരുവനന്തപുരത്തെ വസതിയായ വേലിക്കക്കത്ത് വീട്ടിലാണുള്ളത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് മൃതദേഹം ഇവിടെ എത്തിച്ചത്. രാത്രി വീട്ടിലേക്ക് സന്ദർശകരെ കയറ്റിവിടുന്നില്ല എന്ന് ഒരു തീരുമാനം ആദ്യം എടുത്തെങ്കിലും പിന്നീട് വന്നവർക്കെല്ലാം അദ്ദേഹത്തെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം വീട്ടുകാരും പാർട്ടി പ്രവർത്തകരും ഒപ്പം മറ്റ് നേതാക്കളുമൊക്കെ ഒരുക്കി. രാത്രി വൈകി ബൃന്ദ കാരാട്ടും എം എ ബേബിയും അടക്കമുള്ള പ്രകാശ് കാരാട്ടും അടക്കമുള്ള നേതാക്കളും ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ പ്രഭാത നടത്തത്തിനും മറ്റും പോകുന്ന ആളുകൾ വിവിധ ദിക്കുകളിൽ നിന്ന് വി എസിൻ്റെ മരണവാർത്ത അറിഞ്ഞ് എത്തിയ ആളുകളൊക്കെ തന്നെ വി എസിനെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത് ബാർട്ടണിൽ പരിസരത്തെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് ഇവിടെ ഇവിടെ വി എസിൻ്റെ മരണവാർത്ത, വിയോഗ വാർത്ത അറിഞ്ഞെത്തിയ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പല ദിക്കിൽ നിന്നായി ആളുകൾ വരുന്നു. നിയമസഭാ സാമാജികർ, മറ്റ് നേതാക്കൾ ഒക്കെ ഇപ്പോൾ ആലത്തൂർ MLA KD പ്രസേനനും വി എസിൻ്റെ പഴയ ഡ്രൈവർ, ദീർഘകാലം വി എസിനോടൊപ്പം ഏതാണ്ട് 24 കൊല്ലം പ്രവർത്തിച്ച ഡ്രൈവർ സുന്ദരനുമാണ് അകത്തേക്ക് പോകുന്നത്. അദ്ദേഹം ആലത്തൂർ നെന്മാറ സ്വദേശിയാണ്. അദ്ദേഹം ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നു. വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് അദ്ദേഹം മണ്ണിനും മനുഷ്യനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ്. കേരളത്തെ ഭൂമി എന്ന നിലയിലും ഒപ്പം തന്നെ അതിൽ പണിയെടുക്കുന്ന മനുഷ്യരെയും എത്ര കണ്ട് അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടു എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം മുതലുണ്ട്. 12ാം വയസ്സിൽ തുടങ്ങിയ ട്രേഡ് യൂണിയൻ പ്രവർത്തനമാണ് അദ്ദേഹം ഏതാണ്ട് 85 കൊല്ലക്കാലവും നടത്തിയത്. അപ്പോൾ മനുഷ്യന് വേണ്ടിയുള്ള അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു ഓൾഡ് സ്കൂൾ ആയിരുന്നില്ല, മറിച്ച് ഈ കേരളത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ജാഗ്രതയോടെ ഇടപെട്ട ആളാണ്. മാത്രമല്ല, അങ്ങനെ ഓൾഡ് സ്കൂൾ എന്ന് പറയുന്ന ആൾ ആണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കരാറിന് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പൊളിച്ചെഴുതി. ഒരു ഘട്ടത്തിൽ വി എസിൻ്റെ എതിർപ്പ് മൂലം ഇത് നഷ്ടപ്പെടുമെന്ന് കരുതിയവർക്ക് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ 1ാം വാർഷികത്തിലാണ് സ്മാർട്ട് സിറ്റിയുടെ കരാർ കേരളത്തിന് അനുകൂലമായ രീതിയിൽ മാറ്റിയിടുന്നത്. ഫ്രീ ഹോൾഡ് നൽകുന്ന ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും നൽകുന്ന തൊഴിലവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും അനുകൂലമായ ഒരു കരാറിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യത്തിൽ സാധിച്ചു. അതാണ് വി എസ് എപ്പോഴും എടുക്കുന്ന നിലപാടുകൾ അത് ജനങ്ങൾക്ക്, സംസ്ഥാനത്തിന് അതിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയായിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ വി എസിനെ ഒരു ഘട്ടത്തിലും അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ സ്പർശിച്ചതേയില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളോ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളോ അദ്ദേഹത്തിൻ്റെ മറ്റു
തരത്തിലുള്ള താല്പര്യങ്ങളോ ഒന്നും ഒരു തരത്തിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. VS നടത്തിയ ഇടപെടലുകളാണ് അത്തരം കാര്യങ്ങൾ. എന്നാൽ പിന്നീട് ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നത് നമുക്കിപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള ചരിത്രമായി നിൽക്കുകയാണ്. എങ്കിൽ പോലും VS നടത്തിയ എണ്ണമറ്റ ഇടപെടലുകൾ അത് ഇപ്പോൾ നമ്മൾ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നെൽവയൽ തണ്ണീർത്തട നിയമം അദ്ദേഹം 2006 VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭാ യോഗം ആദ്യമായി സത്യപ്രതിജ്ഞ അധികാരമേറ്റ ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനമെന്ന് പറയുന്നത് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകർക്കുള്ള സഹായം പ്രഖ്യാപിക്കലായിരുന്നു. അന്ന് വയനാട്ടിലെ പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലുമൊക്കെ നൂറുകണക്കിന് കുരുമുളക് തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങി കർഷകർ അവിടെ ആത്മഹത്യ ചെയ്യുന്ന ഗൗരവതരമായ പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഉള്ള തൻ്റെ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം തന്നെ വയനാട്ടിലെ കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയാകണം എന്നാണ് VS ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ചരിത്രപരമായ ആ തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ VS എപ്പോഴും ഈ ഏറ്റെടുത്ത പോരാട്ടങ്ങളെ മറക്കുകയോ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നില്ല. മറിച്ച് പോരാട്ടം അതിൻ്റെ അന്തിമഘട്ടം വരെ കൊണ്ടുപോകാനുള്ള നിശ്ചയദാർഢ്യം, അർപ്പണ മനോഭാവം ഒക്കെയായിരുന്നു VSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ.